ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ഈ വീഡിയോ സെഷനിൽ വന്നിരിക്കുന്നത് ഒരു ക്വിക്ക് അപ്ഡേറ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഹൈറച്ചോൺ ആൻഡ് ഷോപ്പിയുടെ ബഡ്സ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്പീലിന്റെ കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ കേസ് പരിഗണിച്ചത് ജസ്റ്റിസ് സി ജയചന്ദ്രൻ സാറിന്റെ ബെഞ്ചിലായിരുന്നു. കോർട്ട് നമ്പർ 3D ഐറ്റം 803 ആയിട്ടാണ് പരിഗണിച്ചത്. ഉച്ചയ്ക്ക് ഏകദേശം 2:30 മണി അടുപ്പിച്ചാണ് പരിഗണിച്ചത്. ഏകദേശം മൊത്തത്തിലൊരു 10 മിനിറ്റിനകത്ത് വരും ഈ കേസിന്റെ വാദങ്ങൾ ഉണ്ടായിരുന്നു. ഹൈറച്ചോൺ ആൻഡ് ഷോപ്പി റെപ്രസെന്റ് ചെയ്തത് ന്യൂട്ടൺസ് ലോയിലെ സീനിയർ അഡ്വക്കേറ്റ് മനോജ് വി ജോബ് സാർ ആയിരുന്നു. അതുപോലെ പബ്ലിക് പ്രോസിക്യൂട്ടറും പ്രസന്റ് ആയിരുന്നു. കേസ് എടുത്തപ്പോൾ തന്നെ മനോജ് വി ജോബ് സാർ ബഹുമാനപ്പെട്ട തൃശൂർ സെഷൻസ് കോർട്ടിലെ കേസ് ഓർഡറിന്റെ അതിൻ്റെ അകത്തുള്ള ഒബ്സർവേഷന്റെ പരാമർശങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഉന്നയിച്ചായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ സ്റ്റേ ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് അഡ്വക്കേറ്റ് മനോജ് വി ജോബ് സാർ റേസ് ചെയ്തത്. അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ അടുത്തും ജസ്റ്റിസ് ജയചന്ദ്രൻ സാർ ഒപ്പീനിയൻ ചോദിച്ചായിരുന്നു. അപ്പോൾ മനോജ് വി ജോസ് സാർ അവിടെ റേസ് ചെയ്തായിരുന്നു, ഇവർ തൃശൂർ സെഷൻസ് കോർട്ടിന്റെ കേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാക്കിയുള്ള ഫർദർ സ്റ്റെപ്സ് ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പൊ അതിനെ സ്റ്റേ ചെയ്യണം എന്നുള്ള ഒരു പരാമർശമാണ് മനോജ് വി ജോസ് സാർ റേസ് ചെയ്തത്. കാരണം വിശദമായിട്ടുള്ള ഒരു ഹിയറിംഗ് ഈ ഒരു കേസിൽ ആവശ്യമാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ മനോജ് വി ജോസ് സാർ ഉന്നയിച്ചായിരുന്നു. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ജസ്റ്റിസ് സി ജയചന്ദ്രൻ സാർ ഇതിനൊരു ഹിയറിംഗ് ആവശ്യമുണ്ട്. കാരണം അതുവരെ ബാക്കി ഫർദർ സ്റ്റെപ്സ് നിങ്ങൾ ചെയ്യരുത് എന്നുള്ള ഒരു ഡയറക്ഷനാണ് ഇപ്പൊ പബ്ലിക് പ്രോസിക്യൂട്ടറിനോട് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് എന്ന് പറഞ്ഞാൽ ഫ്രിവിലസ് എന്നാണ് ജസ്റ്റിസ് ജയചന്ദ്രൻ സാർ. ഫ്രിവിലസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു ആക്ഷൻ എടുത്തത് കൊണ്ട് ഈ ഒരു അപ്പീൽ പ്രോസസ്സ് മീനിങ്ലെസ് ആയി പോകും എന്നാണ് അവിടെ ഉന്നയിച്ചത്. സോ ഈ ഒരു അപ്പീൽ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു ഹിയറിംഗ് നാളെ തന്നെ പോസ്റ്റഡ് ഫോർ ടുമോറോ, നാളെ തന്നെ ഒരു ഹിയറിംഗ് കേൾക്കുന്നതായിരിക്കുമെന്ന് ജസ്റ്റിസ് ജയചന്ദ്രൻ സാർ പറഞ്ഞു. അതുപോലെ തന്നെ മനോജ് ജോർജ് സാർ പറഞ്ഞു ഇതിനൊരു ഡീറ്റെയിൽ ഹിയറിംഗ് ആവശ്യമുണ്ട്. സോ ഓണറബിൾ കോർട്ട് അത് അനുവദിക്കണം. അപ്പോൾ അതും കൂടെ പരിഗണിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് മനോജ് ജോർജ് സാറിന്റെ റിക്വസ്റ്റ് പരിഗണിച്ചുകൊണ്ട് ജസ്റ്റിസ് ജയചന്ദ്രൻ സാർ ഒരു കാര്യം കൂടെ പ്രോമിസ് ചെയ്തു. നാളെ ഫസ്റ്റ് 100 വരുന്ന കേസിൽ തന്നെ ഹൈറച്ചോൺ ആൻഡ് ഷോപ്പിയുടെ കേസ് ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു വിശദമായിട്ടുള്ള ഒരു ഹിയറിംഗ് തന്നെ കേൾക്കാം എന്നുള്ള ഒരു ഒബ്സർവേഷൻ ആണ് ജസ്റ്റിസ് ജയചന്ദ്രൻ സാർ ഇന്നിപ്പോ കോർട്ടിൽ ഉന്നയിച്ചിരിക്കുന്നത്. സോ ഇപ്പൊ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നാളത്തേക്കാണ്. നാളെ ഫസ്റ്റ് 100 തന്നെ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. സോ എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.